ഹായ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു ബീഫ് കറി ആയാലോ? വൈകുന്നേരം അച്ഛൻ വന്നപ്പോൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മൂത്ത ബീഫാണ്, കരളും ഉണ്ടായിരുന്നു അതിൽ നല്ലപോലെ. അപ്പോൾ മൂത്ത ബീഫായ കാരണം പോലും നല്ലപോലെ വേവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. വേവ് കൂടുതലായിരിക്കും, അപ്പോൾ സാധാരണ വിസിൽ അടിക്കണേക്കാളും കൂടുതൽ അടിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കിയ ഇറച്ചിയിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, പിന്നെ വേപ്പില ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വിസിലടിക്കാൻ വെച്ചു. വിസിൽ നമ്മൾ സാധാരണ 8 വിസിലാണ് അടിക്കാറ്. ഇപ്പോൾ ഒരു 10 വിസിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. 10 വിസിലടിച്ചപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നു കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ലപോലെ ഇളക്കി കൂട്ടിയിട്ടാണ് വെച്ചത്. പിന്നെ ഇളക്കി കൂട്ടുമ്പോൾ കളർ വ്യത്യാസം കാണുന്നില്ല, അതെൻ്റെ ക്യാമറയുടെയാണ് കേട്ടോ, വേറെ ഒന്നും തോന്നണ്ട, വേറെ കേടായതൊന്നല്ല, ക്യാമറയുടെ ഒരു വ്യത്യാസം കാരണമാണ് ആ കളർ വന്നത്. ഞാൻ ഇറച്ചി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ബിരിയാണിയുടെ പണികളും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. മുളക് പൊടി മസാലയൊക്കെ ഇട്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാട്ടാ തിരുമ്മിയിട്ടാണ് വിസിലടിക്കാൻ വെച്ചത്. അത് ഞാൻ മറന്നുപോയി. ഞാൻ കുറേയൊക്കെ വളവള പറയുന്നുണ്ടല്ലേ. വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ കുക്കർ അടച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ സബോള, പച്ചമുളക്, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടു. അത് ഒന്ന് കളറ് മാറണം, ആ പച്ചപ്പൊന്ന് പോകണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നതൊക്കെ ചേച്ചിയാണ്, ഞാനല്ല. ഇതും ഞാൻ ഫോൺ പിടിച്ച് നിൽക്കുന്നുള്ളൂ, ചേച്ചിയാണ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സബോള ഇട്ടു. സബോള ഒന്ന് വഴക്കണം കേട്ടോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുവപ്പ് കളറാവണം. അപ്പോൾ നമുക്കതിന് ആവശ്യമായ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് വഴുതാ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കല്ലേ എന്ന് പറയും, പക്ഷേ ഇതിൽ നല്ലപോലെ ഇളക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പാത്രം വേഗം അടിയിൽ നിന്ന് പിടിക്കും, അപ്പം നല്ല പോലെ നോക്കണം. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ അതിലേക്ക് നോക്കി നിന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വഴറ്റിക്കൊണ്ടേയിരുന്നു. ഉപ്പിടാട്ട അതിലേക്ക്. ഇനി അടുത്തത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു, അതൊന്ന് പച്ചമണം മാറണ വരെ. അത് കഴിഞ്ഞ് നമ്മൾ വേപ്പിലയാണ് ഇട്ടത്. വേപ്പിലിട്ട് ഇതേപോലെ തന്നെ ഇളക്കി കഴിഞ്ഞു. അതിലേക്ക് ഈ വഴറ്റിയതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർക്കണം. അപ്പോൾ ഞങ്ങൾ കുക്കർ തുറന്ന് നോക്കിയിരുന്നു, അപ്പോൾ കുഴപ്പമില്ല, ഇത്തിരി വെള്ളം ഉണ്ട്. നമുക്ക് ബിരിയാണിക്കായ കാരണം വെള്ളം വേണം. അപ്പോൾ ഈ മസാലയിലേക്കെല്ലാം നമ്മൾ വഴറ്റി ഇട്ടു കേട്ടോ. ബീഫൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതപ്പോൾ നമ്മൾ ഒരുപാട് വറ്റിച്ചെടുക്കണില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ആയ കാരണം നല്ല പോലെ ഇവിടെ എല്ലാവർക്കും ചാറ് വേണം. അപ്പോൾ ചാറോട് കൂടിയിട്ടാണ് നമ്മളിന്ന് കറി എടുക്കുന്നത്. അപ്പോൾ അതിൽ കിടന്ന് കുറച്ചും കൂടി ഒന്ന് വേവണമായിരുന്നു. ഒരു തുണ്ട് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ഞങ്ങൾ ഇട്ടിട്ട് നല്ല കറിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ചെയ്ത് നോക്കണേ. ഞങ്ങൾ എന്നിട്ട് ബിരിയാണി കൂട്ടി കഴിച്ചു. ബായ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്.